നമസ്കാരം. ഞാൻ ഡോക്ടർ അനുപമാർ, പ്രാൺ ഹോസ്പിറ്റലിലെ ചീഫ് കൺസൾട്ടൻ്റാണ്. എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, വന്ധ്യത പാരമ്പര്യമാണോ എന്നുള്ളത്. ആണോ? വന്ധ്യതയ്ക്ക് പാരമ്പര്യമുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് എല്ലാ ആളുകൾക്കും പാരമ്പര്യമാണ് വന്ധ്യത എന്ന് വിചാരിച്ച് അവരെ കുറ്റപ്പെടുത്താനും പാടില്ല. പാരമ്പര്യമായി വന്ധ്യത പുരുഷന്മാരിൽ വരാവുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഒന്ന് പ്രധാനമായിട്ട് ക്ലൈൻഫെൽറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു രോഗം. അതിൽ ക്രോമസോം ഘടനയിലുള്ള വ്യത്യാസമാണ്. XXY എന്നൊരു ക്രോമസോം ഘടന വരുന്നു. നമുക്കെല്ലാവർക്കും XY അല്ലെങ്കിൽ XX എന്നൊരു ക്രോമസോം ഘടനയാണ് സാധാരണയുള്ളത്. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്നു. ആ രോഗാവസ്ഥയുള്ള പുരുഷന്മാരിലും വന്ധ്യത വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ക്രോമസോം മൈക്രോ ഡെലീഷൻ എന്ന് പറഞ്ഞൊരു രോഗാവസ്ഥയുണ്ട്. അതും അതല്ല, അവരുടെ പുരുഷന്മാരുടെ ക്രോമസോമിൽ വരുന്ന വ്യത്യാസമാണ്. അവർക്കും വന്ധ്യത വരാൻ സാധ്യതയുണ്ട്. അതേപോലെയാണ് ഇതൊക്കെ ശരിക്കും പാരമ്പര്യമായിട്ട്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെ 2 സഹോദരങ്ങളുണ്ടെങ്കിൽ അവർക്ക് 2 പേർക്കും വരാവുന്ന വന്ധ്യതകളാണ് ഇതൊക്കെ. മറ്റൊന്നാണ് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞാൽ ശ്വാസകോശത്തിനെയൊക്കെ ബാധിക്കുന്ന ഒരു അസുഖമുണ്ട്. ആ അസുഖം വരുമ്പോഴും പലപ്പോഴും പുരുഷന്മാരുടെ ബീജം പോകുന്ന ഒരു ട്യൂബുണ്ട്. അതായത് വാസ് ഡെഫറൻസ് എന്ന് പറയുന്ന ഒരു ട്യൂബ്. ആ ട്യൂബിന് ചില ബ്ലോക്കും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് അവർക്കും വന്ധ്യത വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകളിലും ടെർണർ സിൻഡ്രോം എന്നൊരു രോഗമുണ്ട്. അതായത് X0 എന്ന് പറയും. അത്തരം അവസ്ഥയുള്ള പെൺകുട്ടികൾ ഉണ്ടാകാറുണ്ട്. അവർക്ക് ചിലപ്പോൾ ആർത്തവമൊക്കെ ക്രമക്കേടുകളൊക്കെ കാണും. അവർക്ക് വന്ധ്യത വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വിരളം സാഹചര്യങ്ങൾ PCOD അങ്ങനെയൊക്കെയുള്ള ചെറിയൊരു രാഞ്ചനയുണ്ട് പാരമ്പര്യമായിട്ട് വരാൻ എന്നുള്ളത് ഒഴിച്ചാൽ എല്ലാവരിലും വന്ധ്യത ഒരിക്കലും പാരമ്പര്യമല്ല. അങ്ങനെ ഒരു കുറ്റപ്പെടുത്തലോ അങ്ങനെ ഒരു വിഷമമോ തോന്നാൻ ഒരിക്കലും ഇടയുണ്ടാവരുത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതിനെല്ലാം ചികിത്സാ മാർഗ്ഗങ്ങൾ ഇന്ന് ലഭ്യമാണ്. അതായത് വന്ധ്യതയുടെ ചികിത്സയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന IVF അല്ലെങ്കിൽ ICSI ചികിത്സാ രീതിയുണ്ട്. ആ ചികിത്സാ രീതിയിൽ നമ്മൾ ടെസ്റ്റ് ട്യൂബ് ബേബി എന്നൊക്കെ സാധാരണ പറയുന്ന ചികിത്സാ രീതി, അതിൽ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ഡയഗ്നോസിസ് എന്ന് പറയും. അത് ഏറ്റവും അതിൻ്റെ അങ്ങറ്റത്തെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ജനറ്റിക് പഠനമാണ്. ആ ഒരു ചികിത്സാ മാർഗം നമ്മൾ ICSI ചികിത്സയിൽ ഉപയോഗിച്ചാൽ ഈ പാരമ്പര്യ രോഗങ്ങൾ ഇല്ലാത്ത ഒരു കുഞ്ഞിനെ നമുക്ക് ജനിപ്പിക്കാനും ഒരു പരിധിവരെ അങ്ങനെ ഒരു കുഞ്ഞിനെ ആ ദമ്പതികൾക്ക് കൊടുക്കാനും കഴിയും. ഇതിനെല്ലാം പലപ്പോഴും ഇങ്ങനെയുള്ള എല്ലാ രോഗാവസ്ഥകൾക്കും പാരമ്പര്യമാണെങ്കിലും അതിനും ചികിത്സയും അതിന് ആധുനിക ചികിത്സാ രീതികളുണ്ട് എന്ന് പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്.